അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനും മോനും ഒക്കെ ഇവിടെ നിന്ന് എൻ്റെ വീട് വരെ ഒന്ന് പോയി വരാൻ വേണ്ടിയിട്ട് പോവാട്ടോ. കുറേ ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയി വരാൻ വേണ്ടിയിട്ട് പോയിട്ടൊക്കെ. വീട്ടിലെല്ലാവർക്കും വോമിറ്റിങ്ങും അതേപോലെ തന്നെ ലൂസ് മോഷനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ ഇതാ ഞാനും മോനും ഇക്കയുടെ പോവാട്ടോ. പോണ വഴിയിൽ നമ്മളൊരു ഫ്രൂട്ട് കടയിലൊക്കെ നിർത്തിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കിയിട്ട് ഇക്ക മോനൂടെ പോയിട്ടാറ്. പിന്നെ ഞാനും പോയി. പിന്നെ ഇതാ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഷോപ്പിൽ എല്ലാവിധ ഫ്രൂട്ട്സും ഇൻക്ലൂഡാണ് കേട്ടോ. നമ്മൾ കച്ചേരിപ്പടിയിൽ നിന്നാണ് കേട്ടോ ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോഴത്തെ ഈ ഒരു ഷോപ്പിൻ്റെ പ്രൊമോഷൻ ആവണ്ട, അതുകൊണ്ട് വല്ലാണ്ട് നീട്ടി വലിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നില്ല കേട്ടോ. ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരുപാട് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ട് കാണുക, മാക്സിമം സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. യസുദാ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ചൂണ്ടിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവനായിട്ട് ഷോപ്പിൽ പോയുള്ള അവസ്ഥ ഇതൊക്കെയാണ്. അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് ഓരോന്നൊക്കെ വാങ്ങിക്കൂട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് പെട്രോൾ പമ്പൊക്കെ ആയിരുന്നു. വണ്ടിയിൽ എണ്ണ അടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-20 ദിവസം അങ്ങനെ ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് പോയിട്ട്. അതുകൊണ്ട് തന്നെ ഷെസൂനൊക്കെ അവരെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. നീഷു ഞങ്ങളെ കണ്ട പാടേനെ അതൊന്നും ഒറ്റ ഓടി വരലും അവനെടുക്കലും ഒക്കെയാണ് കേട്ടോ. കുറേ ആയില്ലേ കണ്ടിട്ട്. അങ്ങനെ പിന്നെ ഇതാ ഓനും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ട സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആദ്യം നമ്മൾ പോവാന്ന് പറഞ്ഞപ്പോൾ ഓൻ വരാനൊന്നും വല്ലാണ്ട് കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തിരിച്ചു പോകാൻ സമയത്ത് അവനെ കിട്ടണേനില്ലായിരുന്നു കേട്ടോ നമുക്ക് കൊണ്ടുപോകാൻ. വീട്ടിൽ ഇത്തേ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു കുറവ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ നമുക്കൊരു ബ്രൗണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഓപ്പൺ ചെയ്യാം കേട്ടോ. പക്ഷേ ഷെസും ഒക്കെ ഇവിടെ വെയിറ്റിങ്ങിൽ ഇരിക്കുന്നുണ്ട്. വീട്ടിലെ അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ്. ഞാനിത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ കഴിച്ച് നോക്കിയിട്ട് പറയാം. കഴിച്ച് നോക്കി നല്ല സംഭവം, നല്ല അടിപൊളിയാണ്. നല്ല ചോക്ലേറ്റ് ഫില്ലിങ്സൊക്കെ ആയിട്ട് വരുന്ന നല്ലൊരു കേക്ക് തന്നെയാണ് കേട്ടോ. ഷെസും പിന്നെ കേക്ക് ഫാൻ ആയതുകൊണ്ട് കാത്തിക്കാനും വെയിറ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയമില്ല. പിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കയ്യിൽ വാങ്ങാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു പീസ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനിതാ ഇത്താൻ്റെ മോനാണ് മാസി, അവന് വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഷെസു പോരോളം ഇവൻ്റെ പിന്നാലെ ആയിരുന്നു. ഇവർ രണ്ടാളെയും കാണാണ്ടായിരുന്നില്ല കേട്ടോ. ഫുള്ള് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്ന കമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അത് പീങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മതാ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ഉമ്മതാ കോഫിയും അതേപോലെ തന്നെ ബേക്കറി ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതാ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നിട്ടുണ്ട്. നല്ല മധുരമുള്ള ചിപ്സും കേക്കും പിന്നെ അതാ ബോയിൽഡ് എഗ്ഗും ഉണ്ടായിരുന്നു. പിന്നെ കമ്പും അപ്പോൾ തന്നെ അമ്മ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പീങ്ങിയിട്ടുണ്ടായിരുന്നു. ഈത്തപ്പഴം ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ അമ്മക്ക് തന്നെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ അങ്ങനെയാണ് പോയാൽ. പിന്നെ നമ്മൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മന്തിയും അൽഫാമും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ബീഫ് ചില്ലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് പോരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. വീഡിയോ ഷെയറൊക്കെ ആക്കിയിട്ട് സപ്പോർട്ടാക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.